മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജി S3 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ സബ്ജക്റ്റ് എൻ്റെ അത് മൊഡ്യൂൾ 3 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ വളരെ ചെറിയൊരു നോട്ടാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ഉള്ള 4 മൊഡ്യൂൾസിൽ ഏറ്റവും ചെറിയ മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെൻറ്റിനെ പറ്റിയിട്ടാണ്. പിന്നെ അത് കൊടുത്തിരിക്കുന്ന ഓരോ ടോപ്പിക്കും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ മെഷർമെൻറ്റ് എന്താണെന്നുള്ളത് 1 മാർക്കിന് ചോദിക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് മെഷർമെൻറ്റ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന ഓരോ ടോപ്പിക്കും നിങ്ങൾ പറയുന്ന രീതിയിൽ പഠിച്ചു പോവാം. മെഷർമെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യണത്. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ ബിറ്റ്വീൻ ആൻ അൺനോൺ ക്വാണ്ടിറ്റി ആൻഡ് നോൺ ക്വാണ്ടിറ്റി. എന്താണ് ശരിക്കും മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് എ നോൺ ക്വാണ്ടിറ്റി എന്ന് പറയാം. അതായത് നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റീനെ നോൺ ക്വാണ്ടിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ബാലൻസ്, നമ്മൾ ത്രാസ് ഉണ്ടല്ലോ, ആ ത്രാസിലൊക്കെ നമ്മൾ മാസാണ് മെഷർ ചെയ്യുന്നത്. മാസ് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഇപ്പോൾ ആപ്പിളോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ അൺനോൺ ആയിട്ടുള്ള ആ ഒരു മാസിനെ നമ്മൾ ഒരു സൈഡിൽ വയ്ക്കും. അതിൻ്റെ അപ്പുറ സൈഡിൽ നമുക്ക് അറിയാവുന്ന ഒരു മാസ്, അതായത് നമ്മുടെ മാസിൻ്റെ കട്ടകളുണ്ടല്ലോ, 1 കിലോഗ്രാം 2 കിലോഗ്രാം, ഈ കട്ടകൾ വയ്ക്കും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അൺനോൺ ആയിട്ടുള്ളൊരു മാസിനെ നോൺ ആയിട്ടുള്ളൊരു മാസമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അത് തന്നെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. മെഷർമെൻറ്റ് ഈസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് എ നോൺ ക്വാണ്ടിറ്റി. ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് മെഷർമെൻറ്റ്. എന്താണ് ഈ മെഷർമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്? നിങ്ങളത് ഈസി ആയിട്ടുള്ള പോയിന്റുകളാണ്, അതിൻ്റെ 4 പോയിന്റുകളോടെ പറയുന്നുണ്ട്. ആ 4 പോയിന്റ് വായിച്ച് നിങ്ങൾ പഠിക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് മെഷർമെൻറ്റ്സ്, അതുപോലെ തന്നെ ഡൈനാമിക് മെഷർമെൻറ്റ്സ് ആണ്. അതുപോലെ ഇത് വേറെ രീതിയിലും ചോദിക്കാറുണ്ട്, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള രീതിയിലും ഇത് എക്സാമിന് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാറ്റിക് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ ചലനമില്ലാത്തതെന്ന് അർത്ഥം, ചേഞ്ച് ഇല്ലാത്തത്. അതായത് ഇവിടെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഡു നോട്ട് വേരി വിത്ത് ടൈമിനനുസരിച്ച് മാറ്റമില്ലാത്ത ക്യാരക്ടറിസ്റ്റിക്കുകളെയാണ് നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ടൈമിനനുസരിച്ച് പെട്ടെന്ന് മാറ്റം വരുന്ന ക്യാരക്ടറിസ്റ്റിക്കുകളെയാണ് നമ്മൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഇനി സ്റ്റാറ്റിക് മെഷർമെൻറ്റ്സിന് 7 എക്സാമ്പിളുകളും അതുപോലെ തന്നെ ഡൈനാമിക് മെഷർമെൻറ്റ്സിന് 3 എക്സാമ്പിളും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പഠിക്കുമ്പോൾ എക്സാമുകൾക്ക് മറന്നു പോകാതിരിക്കാനായിട്ട് 7 പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. 4 വരെയൊക്കെ ഓർത്തിരിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ 5ാമത്തെ കിട്ടാത്ത അവസ്ഥയൊക്കെ വരും. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ കോഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാനായിട്ട് സഹായകരമായിരിക്കും. ഇപ്പോൾ P ഫോർ പ്രസിഷൻ, S ഫോർ സെൻസിറ്റിവിറ്റി, C ഫോർ കാലിബ്രേഷൻ, T ഫോർ ത്രഷോൾഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. അതിന് ആ ഒരൊറ്റ കോഡ് പഠിച്ചാൽ മതി. PSC THAR, PSC THAR എന്നുള്ള ഒരൊറ്റ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മൊത്തം കാണാപ്പാഠം പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പഠിച്ചെടുക്കാം. ഓർത്ത് വയ്ക്കാനായിട്ട് ഇതുപോലെയുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡ് അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇപ്പോൾ പേര് തന്നെയുണ്ട്, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ മെഷർമെൻറ്റ് എടുക്കുന്നത് ഡയറക്റ്റ്ലി ആണ്. ഡയറക്റ്റ് നമ്മൾ പോയി മെഷർമെൻറ്റ് എടുക്കുക, അതായത് അവിടെ വേറെ ഇക്വേഷൻസിൻ്റെ കാൽക്കുലേഷൻസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളോട് ഒരു ഡെസ്കിൻ്റെ അളവ് എടുക്കാനായിട്ട് പറയുകയാണ്, ഒരു മീറ്റർ സ്കെയിൽ നമ്മുടെ കയ്യിൽ തരുവാണ്. നമുക്ക് ആ സ്കെയിൽ വെച്ചിട്ട് ഡയറക്റ്റ് പോയി മെഷർമെൻറ്റ് എടുക്കാം, അവിടെ വേറെ ഇക്വേഷൻ്റെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഡയറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുന്നതിനാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പനിയായിട്ട് ആശുപത്രി പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. അവിടെ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് അവിടെ മെഷർമെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം. അവിടെ വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആവശ്യം, വേറൊരു കാൽക്കുലേഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ ഉള്ള എക്സാമ്പിളുകൾ ഉൾപ്പെടുത്താം. ഇനി അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. ഡയറക്റ്റ് ആയിട്ടൊരു വാല്യൂ നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏരിയ മെഷർ ചെയ്യാനായിട്ട് പറയാം. ഒരു ബോർഡ്, ക്ലാസ്സിലൊരു ബ്ലാക്ക് ബോർഡ് ഉണ്ട്, അതിൻ്റെ ഏരിയ മെഷർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, റെക്റ്റാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യും, ബ്രെഡ്ത്ത് മെഷർ ചെയ്യും. ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ ഡയറക്റ്റ് മെഷർ ചെയ്യാം, പക്ഷേ ഏരിയ നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല. ഏരിയ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. ഇതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജനറൽ മെഷർമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റേജസ് ഇൻ മെഷർമെൻറ്റ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വേറൊന്നുമില്ല, നമ്മുടെ ഏതൊരു മെഷർമെൻറ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് കുറേ കമ്പോണൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് അതിനെ ഓരോ എലമെൻറ്റുകളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. മെഷർമെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു ഇൻപുട്ട് വേരിയബിൾ ആണ് ആദ്യമായിട്ട് വേണ്ടത്. ആദ്യം എന്തെങ്കിലും ഒരു ഇൻപുട്ട് വേരിയബിൾ വേണം.
നമ്മൾ മെഷർ ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ ഇൻപുട്ട് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ പനിയായിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണ് അവിടുത്തെ ഇൻപുട്ട് വേരിയബിൾ. ഇപ്പോൾ ടേബിളിൻ്റെ അളവെടുക്കാൻ പറഞ്ഞാൽ ടേബിളിൻ്റെ ലെങ്ത് ആണ് അവിടുത്തെ ഇൻപുട്ട് വേരിയബിൾ. ഒരു മാനോമീറ്റർ ഉപയോഗിച്ചിട്ട് വെള്ളത്തിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ പ്രഷറാണ് അവിടുത്തെ ഇൻപുട്ട് വേരിയബിൾ. ഇങ്ങനെ മെഷർ ചെയ്യപ്പെടേണ്ട സാധനത്തിനെയാണ് നമ്മളെപ്പോഴും ഇൻപുട്ട് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇൻപുട്ട് വേരിയബിൾ മെഷർ ചെയ്യുന്നത് നോക്കി മെഷർമെൻറ്റ് എടുക്കുന്ന ആരാണ്? ഒബ്സർവറാണ്. ഈ ഒബ്സർവറിൻ്റെയും ഇൻപുട്ട് വേരിയബിളിൻ്റെയും ഇടയിലാണ് ഈ പറയുന്ന എലമെൻറ്റുകളൊക്കെ വരുന്നത്. ഇവിടെ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ധാരാളം എലമെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ എലമെൻ്റായിട്ട് നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സെൻസിങ് എലമെൻറ്റാണ്. പ്രൈമറി സെൻസിങ് എലമെൻറ്റിൻ്റെ വേറെ പേര് നമുക്ക് സെൻസർ എന്ന് പറയാം. അതായത് ഈ പറയുന്ന ഇൻപുട്ട് വേരിയബിളിനെ, ടെമ്പറേച്ചർ ആവട്ടെ പ്രഷർ ആവട്ടെ, അതിനെ സെൻസ് ചെയ്യുന്ന എലമെൻറ്റാണ് പ്രൈമറി സെൻസിങ് എലമെൻറ്റ്. ഇപ്പോൾ തെർമോമീറ്റർ ആണെങ്കിൽ തെർമോമീറ്ററിൻ്റെ അറ്റത്ത് ഒരു സിൽവർ ബോൾ ഉണ്ട്. ആ ബോളാണ് അവിടെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻപുട്ട് വേരിയബിളിനെ സെൻസ് ചെയ്യുന്ന എലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സെൻസിങ് എലമെൻറ്റ്. ഇനി വേരിയബിൾ കൺവേർഷൻ എലമെൻ്റ് ഉണ്ട്. അതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെൻസ് ചെയ്ത ഒരു ഇൻപുട്ട് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള സിഗ്നലിലോട്ട്, ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പ്രഷർ ഗേജസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ എടുക്കുന്നത് പ്രഷർ സെൻസർ ആയിരിക്കും. ആ എടുത്ത ഇൻപുട്ട് വേരിയബിളിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ചിലപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലായിരിക്കും. ഡിജിറ്റലായിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വന്നെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ സിഗ്നലായിരിക്കും. ഇങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് വേരിയബിൾ കൺവേർഷൻ എലമെൻ്റ് ഡ്യൂട്ടി. ഇനി അടുത്തത് മാനിപ്പുലേഷൻ എലമെൻ്റ് ആണ്, വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്. അതിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒരു സിഗ്നൽ കിട്ടി, ആ സിഗ്നലിന് ശക്തി കുറവായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വേണമായിരിക്കും. അങ്ങനെ അതിനെ ശക്തി കൂട്ടുക, അതിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് മാനിപ്പുലേഷൻ എലമെൻ്റിൻ്റെ പണി. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സിഗ്നൽ ട്രാൻസ്മിഷനാണ്. സിഗ്നൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നലിനെ നമുക്ക് കയ്യിലുള്ള ശക്തിയുള്ള സിഗ്നലിനെ, ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് എത്തിക്കണം. അങ്ങനെ എത്തിച്ചതിന് ശേഷം ലാസ്റ്റ് വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രോസസ്സിംഗ് എലമെൻറ്റാണ്. അത് നമുക്ക് ഈ സാധനത്തിന് പ്രസൻറ്റ് ചെയ്യണമല്ലോ. ഇപ്പോൾ നമ്മൾ പ്രഷറിൻ്റെ റീഡിങ് എടുക്കുകയാണെങ്കിൽ പ്രഷർ ഗേജാണ് റീഡിങ് കാണിക്കണേ. ഈ റീഡിങ് പുറത്തോട്ട് എങ്ങനെ കാണിക്കണേ? ഡയലിൽ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് കാണിക്കണത്. ഡയലിൽ ഇങ്ങനെ ഒരു പോയിന്റർ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഈ രീതിയിലാണ് നമുക്ക് മെഷർമെൻറ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ രീതിയിലായിട്ട് ഈ ഡാറ്റയെ കൺവേർട്ട് ചെയ്യണം, ഈ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഡാറ്റ പ്രോസസ്സിംഗ് എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ പ്രോസസ്സ് ചെയ്തെടുത്ത ഡാറ്റയെ നമ്മുടെ പ്രസൻറ്റേഷൻ എലമെൻറ്റ്, ഇപ്പോൾ പ്രഷർ ഗേജിൻ്റെ കേസിലാണെങ്കിൽ അത് ഡയലും ഇൻഡിക്കേറ്ററും ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ തെർമോമീറ്ററിൻ്റെ കേസിലാണെങ്കിൽ തെർമോമീറ്റർ സ്കെയിലിൻ്റെ നടുക്കേ കൂടെ മെർക്കുറിയുടെ ലെവൽ കൂടുന്നതും കുറയുന്നതും ആയിരിക്കും. ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ എലമെൻറ്റിലോട്ട്, ഒബ്സർവറിന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രസൻറ്റേഷൻ എലമെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കൺവേർട്ട് ചെയ്ത് ആ ഒരു കാണിക്കുന്നതിനാണ് നമ്മൾ പ്രസൻറ്റേഷൻ എലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പ്രസൻറ്റേഷൻ എലമെൻറ്റിൽ നോക്കിയിട്ടാണ് നമ്മൾ ഒബ്സർവർ റീഡിംഗ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എലമെൻറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് സിസ്റ്റം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി മെട്രോളജിയിൽ ഉപയോഗിക്കുന്ന കുറേ സ്റ്റാൻഡേർഡ് ടേംസുകളുണ്ട്. ആ ടേംസുകളൊക്കെ 1 മാർക്കിനായിട്ട് 3 മാർക്കിനൊക്കെ ആയിട്ട് നമുക്ക് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 6, 7, 8 ഇതുപോലുള്ള ടേമുകളുണ്ട്. ആ ടേമുകളെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ഒരൊറ്റ സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഫസ്റ്റ് വൺ ആക്യുറസിയാണ്. ആക്യുറസിയുടെ ഡെഫിനേഷൻ ഇവിടെ വായിച്ചു വെക്കുക. ആക്യുറസി ഈസ് ദ ഹൗ ക്ലോസ് എ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ. ക്ലോസ്നെസ് ടു ദി മെഷേർഡ് വാല്യൂ ക്ലോസ്നെസ് ഓഫ് ദി മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ ആണ് ആക്യുറസി എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ അതിൻ്റെ ഒറിജിനൽ വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു ക്ലോസ്നെസ് ഉണ്ടല്ലോ, എത്രത്തോളം അടുത്താന്നുള്ളതാണ് അക്യുറസി എന്ന് പറയുന്നത്. അക്യുറസിയുടെ ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ശരിക്കും ഒരു ടേബിൾ നമ്മളോട് മെഷർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ശരിക്കും ആ ടേബിളിൻ്റെ ലെങ്ത് 1.5 മീറ്റർ ആണ് വിചാരിക്കുക. നമുക്ക് മെഷർ ചെയ്തപ്പോൾ 1.4 മീറ്റർ ആണ് കിട്ടിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ അക്യുറസി 1 മീറ്റർ ആണ്. 1 മീറ്റർ കുറവാണ് അവിടുത്തെ അക്യുറസി. മനസ്സിലായോ? ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ആണ് അക്യുറസിയുടെ വാല്യൂ പറയുന്നത്. ഇറ്റ് ഈസ് accuracy means how close a measured value is to the true value. ഇനി പ്രസിഷൻ്റെ ഡെഫിനേഷൻ വായിച്ചു, എബിലിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഗീവ് സെയിം റിസൾട്ട് വെൻ യൂസ്ഡ് അഗൈൻ ആൻഡ് അഗൈൻ. അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതേ റിസൾട്ട് തന്നെ വീണ്ടും വീണ്ടും തരാനുള്ള കഴിവിനാണ് പ്രസിഷൻ എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു തെർമോമീറ്റർ വെച്ചിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. ഒരു തവണ മെഷർ ചെയ്തപ്പോൾ 37 എന്ന് കിട്ടി, അടുത്ത തവണ മെഷർ ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടി. അപ്പോൾ അതിനർത്ഥം എന്താ? ആ ഒരു ഇൻസ്ട്രുമെൻറ്റിന് പ്രസിഷൻ ഇല്ല, കൃത്യത ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വീണ്ടും വീണ്ടും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എല്ലാ തവണയും ഒരേ മെഷർമെൻറ്റാണ് തരുന്നതെങ്കിൽ നമുക്ക് അവിടെ പറയാം ആ ഒരു ഇൻസ്ട്രുമെൻറ്റിന് പ്രസിഷൻ ഉണ്ടെന്ന് പറയാം. ഇനി അടുത്തത് സെൻസിറ്റിവിറ്റിയാണ്. സെൻസിറ്റിവിറ്റി എന്താണെന്ന് വായിച്ചു നോക്കുക. ഹൗ വെൽ എ മെഷറിംഗ് ഡിവൈസ് ക്യാൻ ഡിറ്റക്ട് സ്മോൾ ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷറിംഗ് ഡിവൈസിന് ഇപ്പോൾ പ്രഷറാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ പ്രഷറിലുണ്ടാകുന്ന ചെറിയ മാറ്റം വരെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്കവിടെ പറയാം ആ ഒരു
ഇൻസ്ട്രുമെൻറ്റ് സെൻസിറ്റീവ് എന്ന് പറയാം. തെർമോമീറ്റർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലുണ്ടാകുന്ന ചെറിയ മാറ്റം വരെ ആ ഒരു തെർമോമീറ്ററിന് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തെർമോമീറ്റർ നല്ല സെൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രത്തോളം ചെറിയ ചേഞ്ചുകളെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിനെ കണ്ടെത്താൻ സാധിക്കുന്നോ അതിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അതിൽ സെയിം റിസൾട്ട് വീണ്ടും വീണ്ടും കിട്ടാനുള്ള എബിലിറ്റി, ആ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള കഴിവിനെ, ഒരു ഇൻസ്ട്രുമെൻ്റ് കഴിവിനെയാണ് നമ്മൾ റിപ്പീറ്റബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റബിലിറ്റിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റീഡിംഗ് എടുക്കുന്നത് സെയിം ഒബ്സർവർ ആയിരിക്കണം. അതുപോലെ തന്നെ സെയിം ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടായിരിക്കണം മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അതുപോലെ സെയിം കണ്ടീഷൻസ് ആയിരിക്കണം. ചുറ്റുപാടുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊന്നും വേരിയ ചെയ്യാനായിട്ട് സാധിക്കില്ല. നാലാമത്തെ ലൊക്കേഷൻ, മെഷർമെൻറ്റ് എടുത്ത ലൊക്കേഷനിൽ ചേഞ്ച് ഉണ്ടാവരുത്. ഇപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഒരേ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം റിപ്പീറ്റബിലിറ്റി ഉണ്ടെന്ന് പറയാം. അടുത്ത റേഞ്ചാണ്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ലോവസ്റ്റ് വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഹയസ്റ്റ് വാല്യൂ ഉണ്ടാവും. ഈ ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ് വാല്യൂസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ടേം ത്രെഷോൾഡ് ആണ്. ഇൻസ്ട്രുമെൻറ്റ് സീറോയിൽ നിന്ന് പതിയെ ഇങ്ങനെ നമ്മുടെ വാല്യൂ കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീറോയിൽ നിന്ന് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുമ്പോണ്ടല്ലോ ഒരു മിനിമം വാല്യൂ ഉണ്ടാവും. ആ മിനിമം വാല്യൂവിൻ്റെ താഴെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് യാതൊരു റീഡിങ്ങും കാണിക്കുന്നുണ്ടാവില്ല. നമ്മളിങ്ങനെ ഇപ്പോൾ ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യണമെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ നമ്മൾ സീറോയിൽ നിന്ന് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോവുക. കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ മിനിമം വാല്യൂ എത്തുന്നത് വരെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് റീഡിംഗ് ഒന്നും കാണിക്കാനില്ല. ആ മിനിമം വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ്. അടുത്ത ഹിസ്റ്ററിസിസ് ആണ്. ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോഴ്സ് മെഷർ ചെയ്യാണ്. ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൽ ലോഡ് ചെയ്ത് അതിനെ ലോഡ് ഇൻക്രീസ് ചെയ്ത് ഫോഴ്സ് മെഷർ ചെയ്തു. തിരിച്ച് നമ്മൾ ലോഡ് താഴത്തോട്ട് കുറച്ച് കൊണ്ടുപോകുന്നു. ഈ രണ്ട് സമയത്തും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഫോഴ്സ് കൂടിയത് ഒരു ഗ്രാഫിലൂടെയാണ്. തിരിച്ച് ലോഡ് കുറച്ചപ്പോൾ ഫോഴ്സ് ഡിക്രീസ് ചെയ്ത് വേറെ ഗ്രാഫിലൂടെയാണ്. ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും രണ്ട് രീതിയിൽ റീഡിങ് വരുന്നതിനെയാണ് നമ്മൾ, അതിൻ്റെ അകത്ത് വരുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസിനെയാണ് നമ്മൾ ഹിസ്റ്ററിസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഹിസ്റ്ററിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ രണ്ട് ഗ്രാഫിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഏരിയയാണ് നമുക്കിവിടെ ഹിസ്റ്ററിസിസ് ആയിട്ട് കാണാൻ സാധിക്കുക. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അവിടെ. നീഡ് ഫോർ കാലിബ്രേഷൻ ഇൻ ഇൻഡസ്ട്രി. കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയറിങ് എ ഡിവൈസ് ടു എ സ്റ്റാൻഡേർഡ് ഡിവൈസ് ആണ്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിവൈസ് അതിന് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എറർ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഒരു പക്കയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡിവൈസ് ആയിട്ട് കമ്പയർ ചെയ്ത് എറർ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനാണ് നമ്മൾ കാലിബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഈ കാലിബ്രേഷൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത്, നീഡ് ഫോർ കാലിബ്രേഷൻ ഇൻഡസ്ട്രിയിലുള്ള ആവശ്യകത എന്താണെന്നുള്ളത് കുറച്ച് പോയിന്റുകളായിട്ട് ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, അത് പഠിക്കുക. അടുത്തത് എറേഴ്സ് ഇൻ മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സിസ്റ്റമാറ്റിക് എററും അതുപോലെ തന്നെ റാൻഡം എററും. ഇതിൻ്റെ സിസ്റ്റമാറ്റിക് എറർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ഇൻകറക്റ്റ് പ്രൊസീജിയർ ദാറ്റ് ആർ റിപ്പീറ്റഡ് എവരി ടൈം. അതായത് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് അതിനൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയറിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ മൂലമാണ് സിസ്റ്റമാറ്റിക് എററുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ലാബിലൊക്കെ റീഡിങ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഡിസ്ചാർജാണ് മെഷർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഡിസ്ചാർജ് മെഷർ ചെയ്യുമ്പോൾ ഹെഡ് എടുത്തതിൽ നമ്മുടെ പ്രൊസീജിയറിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ ഹെഡ് മെഷർ ചെയ്യുന്നതിലുണ്ടായ മിസ്റ്റേക്ക് ഡിസ്ചാർജിൻ്റെ കാൽക്കുലേഷൻ എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ പ്രൊസീജിയറിൽ ഉണ്ടാകുന്ന തെറ്റ് മൂലം വരുന്ന എററുകളെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എറർ എന്ന് വിളിക്കുന്നത്. സിസ്റ്റമാറ്റിക് എററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എറർ മൂലം മെഷർമെൻറ്റ്സ് തെറ്റിപ്പോലോ, ഈ തെറ്റിപ്പോകുന്നതെല്ലാം ഒരു ഒറ്റ ഡയറക്ഷനിലായിരിക്കും. ഒന്നല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ വാല്യൂ എല്ലാം കൂടും, അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ വാല്യൂ എല്ലാം കിട്ടുന്നതിനേക്കാൾ കുറവായിരിക്കും. അതുപോലെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്, ആ ഒരു തെറ്റ് എന്ന് പറയുന്നത് എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കും. അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു എറർ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള എററാണ്. നമുക്ക് എറർ സംഭവിച്ചു കഴിഞ്ഞാലും ഈ എററിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ പോയിന്റുകൾ വായിച്ച് നോക്കുക. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറെ പേര് കൺട്രോളബിൾ എറർ എന്നാണ്. കാരണം ഇത് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എററാണ്. ദേ ആർ കൺസിസ്റ്റൻറ്റ്, എപ്പോഴും ഒരേ രീതിയിലാണ് എറർ കാണിക്കുന്നത്. ദേ ആർ ഡ്യൂ ടു ദ എറർ കോസ് ഓൾ മെഷർമെൻറ്റ് ടു ഷിഫ്റ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. എറർ മൂലം എല്ലാ മെഷർമെൻറ്റും ഒരേ ഡയറക്ഷനിലോട്ട് ഷിഫ്റ്റ് ആവും. ദിസ് എറർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് കറക്റ്റഡ് ഈസിലി. വളരെ ഈസി ആയിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഉള്ള കാരണം ആണ് അവസാനത്തെ പോയിന്റിൽ പറഞ്ഞത്. ദേ ഒക്യൂർ ഡ്യൂ ടു ഇൻകറക്റ്റ് പ്രൊസീജിയറിൽ ഉണ്ടാകുന്ന തെറ്റ് മൂലമാണ് സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാകുന്നത്. പക്ഷേ റാൻഡം എററിലേക്ക് എന്ന് പറയുമ്പോൾ റാൻഡം എറേഴ്സ് ആർ നോൺ കൺസിസ്റ്റൻറ്റ്. ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ എന്താ പറയുക, പല സമയത്തും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന എററിനെയാണ് നമ്മൾ റാൻഡം എറർ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഈ റാൻഡം എറർ കൂടുതലും ആക്സിഡൻ്റൽ ആയിട്ടുള്ള എററാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ന കാരണം കൊണ്ടാട്ടോ ഇത് ഉണ്ടായതെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പല രീതിയിൽ ഈ എറർ ഉണ്ടാവാം. ഒന്നല്ലെങ്കിൽ ഇവിടെ 4 കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. വർക്ക് പീസിൻ്റെ പൊസിഷനിലുള്ള പ്രശ്നം മൂലമായിരിക്കാം, ഓപ്പറേറ്ററിൻ്റെ എറർ ആയിരിക്കാം, സ്കെയിൽ റീഡിംഗ് എടുത്തപ്പോൾ ഓപ്പറേറ്ററിന് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, ഫ്രിക്ഷനിലുണ്ടായ മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത സ്ഥലത്ത് ടെമ്പറേച്ചർ വേരിയേഷൻ അതുപോലെയുള്ള, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ വൈബ്രേഷൻ വന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമാവാം. ഇതൊക്കെ റാൻഡം എററിന് കാരണക്കാരാണ്. ഇനി നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ അവസാനമായിട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് ഫോഴ്സ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഫോഴ്സ് മെഷർമെൻറ്റിനെ ചെയ്യാനായിട്ടുള്ള 3 ഡിവൈസുകളെ പറ്റി നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതിൻ്റെ താഴത്തെ ആളെന്ന് പറയുന്നത് സ്പ്രിംഗ് ബാലൻസ് ആണ്. അപ്പോൾ സ്പ്രിംഗ് ബാലൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ നോക്കാം കേട്ടോ. സ്പ്രിംഗ് ബാലൻസിൽ മെയിനായിട്ട് വരുന്ന പാർട്സ് എന്ന് പറയുന്നത്, ഇവിടെ ടോപ്പിലൊരു ഹുക്ക് ഉണ്ട്. ആ ഹുക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാച്ച് ഹുക്ക് എന്നാണ്. അതുപോലെ തന്നെ താഴെ ഒരു യു ഷേപ്പിലിരിക്കുന്ന ഹുക്ക് ഉണ്ട്. ആ ഹുക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ലോഡ് ഹുക്ക് എന്നാണ്. ഈ 2 ഹുക്കുകളുടെ ഇടയിലായിട്ട് നമുക്ക് സ്പ്രിങ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ക്യാച്ച് ഹുക്കാണ് നമ്മൾ സപ്പോർട്ടിൽ, ഇപ്പോൾ ഈ നമ്മുടെ ഈ ഒരു സ്പ്രിംഗ് ബാലൻസ് തൂക്കിയിടാനൊക്കെ ആയിട്ട് നമ്മൾ സപ്പോർട്ടിൽ കൊടുക്കുന്നത് ഈ ക്യാച്ച് ഹുക്കാണ്. ഈ ലോഡ് ഹുക്കിലാണ് നമുക്ക് ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് മാസ് തൂക്കിയിടേണ്ടത്. 1 കിലോഗ്രാം 2 കിലോഗ്രാം അങ്ങനെയുള്ള മാസൊക്കെ നമുക്ക് തൂക്കിയിടേണ്ടത് ഈ ലോഡ് ഹുക്കിലാണ്. ഇനി സ്പ്രിങ്ങിന് 2 എൻഡ് ഉണ്ട്. ഒരു ഫിക്സഡ് എൻഡും അതുപോലെ തന്നെ ഒരു ഫ്രീ എൻഡും. ഫിക്സഡ് എൻഡ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ വലിവില്ലാത്ത ഭാഗം. ആ ഭാഗം നമ്മൾ ക്യാച്ച് ഹുക്കിലേക്ക് കണക്ട് ചെയ്തേക്കാണ് ഇവിടെ. ഇനി സ്പ്രിങ്ങിൻ്റെ വലിയുന്ന ഭാഗം നമ്മൾ ലോഡ് ഹുക്കിലേട്ടും കണക്ട് ചെയ്യും. അതായത് മാസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ലോഡ് ഹുക്ക് താഴത്തോട്ട് നീങ്ങും. അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്പ്രിങ് എക്സ്റ്റെൻഡ് ആവണം, സ്പ്രിങ് വലിയണം. അപ്പോൾ അതുകൊണ്ട് ഫ്രീ എൻഡ്, വലിയുന്ന എൻഡ് നമ്മൾ ലോഡ് ഹുക്കിലേക്ക് കണക്ട് ചെയ്തു. മാസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1 കിലോഗ്രാം 2 കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മാസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ലോഡ് ഹുക്ക് താഴത്തോട്ട് വലിയും, അതിനൊപ്പം സ്പ്രിങ്ങും താഴത്തോട്ട് വലിയും. ഈ സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ആട്ടോ, ഡെൽറ്റ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് അതിൻ്റെ ചിഹ്നം. ഈ സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷനാണ് നമുക്ക് ഈ ഒരു സ്കെയിലിൽ, ഇവിടെ സ്കെയിലും അതുപോലെ തന്നെ ഒരു പോയിന്ററും ഉണ്ട്. ഈ സ്കെയിലും പോയിന്ററും നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ഡെൽറ്റയാണ്. പക്ഷേ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആണ്. ഫോഴ്സിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? അതായത് താഴെ നമ്മൾ മാസ് ഉപയോഗിച്ച് കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഈ കാണുന്ന ഡെൽറ്റ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കളഞ്ഞ് ഈക്വൽ ടു ആക്കാനായിട്ട് നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പടം വരച്ച് ഇത്രയും പോയിന്റുകളൊക്കെ അതിനെപ്പറ്റി എഴുതിയിട്ട് എഫ് ഇസിക്കൽ കെ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇക്വേഷൻ അവിടെ എഴുതി വയ്ക്കുക. എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യേണ്ട സാധനം ഫോഴ്സ് ആയിരുന്നു. ആ ഫോഴ്സാണ് എഫ്. കെ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. അത് സ്പ്രിങ്ങിൻ്റെ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ സ്റ്റീലിൻ്റെ സ്പ്രിങ്ങും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയലിനുണ്ടായ സ്പ്രിങ്ങിനൊക്കെ ഒരേ രീതിയിലുള്ള കഴിവുകളായിരിക്കില്ല. അതിനെ സൂചിപ്പിക്കുന്ന ഒരു വാല്യൂ ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്പ്രിങ്ങിനുണ്ടായ വലിച്ചിലാണ്, ഡിഫ്ലക്ഷനാണ്. അപ്പോൾ വൃത്തിയായിട്ട് ഫിഗർ വരയ്ക്കണം. ഫിഗറുകൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മാത്രമാണ് വരയ്ക്കാവുള്ളൂ. വൃത്തിയായിട്ട് വരച്ചതിൻ്റെ ഫിഗറിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകണം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രൂവിംഗ് റിംഗ് ആണ്. അപ്പോൾ പ്രൂവിംഗ് റിംഗും ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. പ്രൂവിംഗ് റിങ്ങിൻ്റെ അകത്ത് വരുന്ന പാർട്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരു സിലിണ്ടറിക്കൽ റിംഗ് ആണ്. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു റിംഗ് ആണ്. ഇനി നിങ്ങൾ ആ റിങ്ങിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 പാർട്സ് കാണാൻ പറ്റും. ഒന്നൊരു വൈബ്രേറ്റിംഗ് റീഡും അതുപോലെ തന്നെ അടിയിലൊരു മൈക്രോമീറ്റർ വീലും. അതായത് ഇങ്ങനൊരു റിംഗ് ഉണ്ടാവും, അതിൻ്റെ അടിയിൽ മൈക്രോമീറ്റർ വീലുണ്ട്, അതുപോലെ തന്നെ മേലെ നിന്ന് താഴത്തോട്ട് ഒരു വൈബ്രേറ്റിംഗ് റീഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെഷർമെൻറ്റ് എടുക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫോഴ്സ് മേലെ നിന്നും താഴത്തു നിന്നാണ് അപ്ലൈ ചെയ്യണത്. മേലെ നിന്നും താഴത്തു നിന്ന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഒരു പ്രൂവിംഗ് റിങ് ഡിഫ്ലക്റ്റഡ് ആവും. അതായത് ഇതിൻ്റെ സൈസിൽ വേരിയേഷൻ വരും, ചെറുതായിട്ടൊന്ന് ചളങ്ങും. പക്ഷെ ആ ഒരു ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. 0.01 മില്ലിമീറ്റർ ആ രീതിയിലുള്ള വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. സോ അത്രയും ചെറിയ ഡിഫ്ലക്ഷൻ നമുക്ക് ഡയറക്ട്ലി സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്നും മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ചെറിയ ഡിഫ്ലക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന മൈക്രോമീറ്റർ വീൽ എന്ന് പറയുന്ന പാർട്ട് യൂസ് ചെയ്യണത്. ഇനി മൈക്രോമീറ്റർ വീൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ മെഷർമെൻറ്റ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീല് തിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈക്രോമീറ്റർ നേരെ മേലോട്ട് ഇങ്ങനെ റൈസ് ചെയ്യും. മൈക്രോമീറ്റർ റൈസ് ചെയ്ത് എപ്പോഴാണോ നമ്മുടെ വൈബ്രേറ്റിംഗ് റീഡായിട്ട് കോൺടാക്റ്റ് വരുന്നത്, ആ കോൺടാക്റ്റ് വരുന്ന പോയിന്റ് റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഈ കോണ്ടാക്ട് വരുന്നതിന് ശേഷമുള്ള റീഡിങ് നമുക്ക് എടുക്കാൻ പറ്റില്ല, അതിന് മുന്നുള്ള റീഡിങ് എടുക്കാൻ പറ്റില്ല. പ്രിസൈസ്ലി എപ്പോഴാണോ ഇവർ തമ്മിൽ മുട്ടണത്, ആ മുട്ടുന്ന അതേ പോയിന്റിൽ റീഡിങ് നമുക്ക് വേണം. അത്രയധികം പ്രിസിഷൻ അവിടെ വേണം, കൃത്യത വേണം. അപ്പോൾ അതിന് വേണ്ടി എപ്പോഴാണ് ആ കോണ്ടാക്ട് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ വൈബ്രേറ്റിംഗ് റീഡ് കൊടുത്തേക്കണേ. സാധാ ഒരു റീഡ് കൊടുക്കാതെ വൈബ്രേറ്റിംഗ് റീഡ് കൊടുക്കാനുള്ള കാരണം അതാണ്. വൈബ്രേറ്റിംഗ് റീഡിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നതിന് മുന്നേ ഈ വൈബ്രേറ്റിംഗ് റീഡിൽ ജസ്റ്റ് ഒന്ന് തട്ടുന്ന സമയത്ത് ഇത് രണ്ട് ഡയറക്ഷനിലുള്ള രണ്ട് സൈഡിലോട്ടും കടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഈ വൈബ്രേഷൻ എപ്പോഴാണ് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് നമ്മുടെ മൈക്രോമീറ്റർ നമ്മുടെ വൈബ്രേറ്റിംഗ് റീഡായിട്ട് കോണ്ടാക്ട് വരുന്നത്, ആ പോയിന്റിൽ നമ്മുടെ വൈബ്രേറ്റിംഗ് റീഡ് അപ്പോൾ തന്നെ വൈബ്രേഷൻ നിൽക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് പോയിന്റിലാണ് കോണ്ടാക്ട് വന്നെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ആ പോയിന്റിലെ ഡിഫ്ലക്ഷൻ്റെ മൈക്രോമീറ്റർ റീഡിംഗ് എടുക്കാനും നമുക്ക് സാധിക്കും. ഇനി അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിഫ്ലക്ഷൻ വെച്ചിട്ട് നമുക്ക് ഫോഴ്സ്, അവിടെ അപ്ലൈ ചെയ്യപ്പെട്ട ഫോഴ്സ് കണ്ടുപിടിക്കാനും നമുക്ക് സാധിക്കും. ഈ രീതിയിലാണ് പ്രോബിംഗ് റിങ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ലോഡ് സെല്ലാണ്. ലോഡ് സെല്ലും ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ലോഡ് സെല്ല് ഫോഴ്സ് മെഷർ ചെയ്യുന്നത് ഇവിടെ ലോഡ് സെല്ല് ഫോഴ്സ് മെഷർ ചെയ്യുന്നത് ഫോഴ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ കാണുന്നതാണ് ലോഡ് സെല്ല്. ആ ലോഡ് സെല്ലിൽ വരുന്ന പാർട്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം R1, R2, R3, R4 എന്നുള്ള രീതിയിൽ 4 സ്ട്രെയിൻ ഗേജ് ഉണ്ട്. 4 സ്ട്രെയിൻ ഗേജ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് ആദ്യം പറയേണ്ടത്. R1ഉം R4ഉം വെർട്ടിക്കലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. R3ഉം R2ഉം ഹൊറിസോണ്ടലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്ററാണ്, അതുകൊണ്ടാണ് ഇതിന് R1, R2, R3, R ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ കാരണം. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ സൈസിൽ വന്നിരുന്ന വേരിയേഷൻ വെച്ചിട്ട് ഇവരുടെ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇവരുടെ സ്ട്രെയിൻ ഗേജ് വിളിക്കാനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇവിടെയാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ സൈസിലും ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. അതിനനുസരിച്ച് ഇവരുടെ റെസിസ്റ്റൻസിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. 4 സ്ട്രെയിൻ ഗേജാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് 2 ഹൊറിസോണ്ടലാണ്, 2 വെർട്ടിക്കലാണ്. ഇനി സ്ട്രെയിൻ ഗേജുകളെ ഇലക്ട്രിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നത് വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ രൂപത്തിലാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ പോയിന്റ് കണ്ടോ? വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ രൂപത്തിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീസ്റ്റോൺ ബ്രിഡ്ജിൽ നമുക്കറിയാം, റെസിസ്റ്ററിൻ്റെ നടുക്കായിട്ട് ഈ ഒരു ബ്രിഡ്ജിൽ ഗാലനോമീറ്റർ ഉണ്ടാവും. ഇവിടെ E0 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇതേ നടുക്കായിട്ട് E0 എന്ന് കൊടുത്തിരിക്കുന്നത് ഗാലനോമീറ്ററാണ്. അപ്പോൾ ഗാലനോമീറ്ററിൻ്റെ വർക്കിംഗ് നമുക്കറിയാം. അതിൻ്റെ അകത്തവിടെ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ അത് ഡിഫ്ലക്ഷൻ കാണിക്കും. കറണ്ട് ഇല്ലെങ്കിൽ അത് ഡിഫ്ലക്ഷൻ കാണിക്കാതെ 0 പോയിന്റിലാണ് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, ലോഡ് കൊടുക്കുന്നതിന് മുന്നേ ഈ വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനിലായിരിക്കും. ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലനോമീറ്റർ ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കില്ല, 0-യിലായിരിക്കും ഇരിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ R1, R2, R3, R4 അതിൻ്റെ സൈസിലും ഷേപ്പിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്ട്രെയിൻ ഗേജിൻ്റെ വാല്യൂയിൽ വ്യത്യാസം വരും. കാരണം അവരുടെ ഷേപ്പും സൈസൊക്കെ ചേഞ്ച് ആവും. ചേഞ്ച് ആവുന്ന സമയത്ത് ഈ ബാലൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യണത്. ബാലൻസിന് കണ്ടീഷൻ മാറി അൺബാലൻസ്ഡ് കണ്ടീഷനിലോട്ട് വരുവാണ് ചെയ്യണത്. അൺബാലൻസ്ഡ് കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഗാലനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ആ ഡിഫ്ലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന സ്ട്രെയിൻ ഗേജുകൾ, 4 സ്ട്രെയിൻ ഗേജുകളെയും ഇലക്ട്രിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നത് വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ രൂപത്തിലാണ്. ഈ വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അകത്തുള്ള ഗാലനോമീറ്റർ ബാലൻസ്ഡ് കണ്ടീഷനിൽ, ലോഡ് അപ്ലൈ ചെയ്യാത്ത സമയത്ത് ബാലൻസ്ഡ് കണ്ടീഷനാണ്. ബാലൻസ്ഡ് കണ്ടീഷനിൽ ഡിഫ്ലക്ഷൻ ഒന്നും തന്നെ കാണിക്കില്ല. ഇനി ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൽ, സ്ട്രെയിൻ ഗേജിൻ്റെ റെസിസ്റ്റൻസിൽ മാറ്റം വരും. ബാലൻസ്ഡ് കണ്ടീഷൻ നഷ്ടപ്പെടും. അതായത് അൺബാലൻസ്ഡ് കണ്ടീഷൻ ആവും. അൺബാലൻസ്ഡ് കണ്ടീഷനിൽ ഗാലനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കും. ഈ ഡിഫ്ലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും.